ഇന്ന് ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് ഏതാണ്ട് കറിവേപ്പില ഇട്ട് 2-3 മീഡിയം സൈസിലെ സവാള എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സവാളയ്ക്കൊക്കെ ഇത്തിരി വില കൂടുന്ന സമയത്ത് സവാള ഇത്തിരി കുറച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു സാധനം ഇത് ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നമ്മൾ സവാള എത്രയും നമുക്ക് മസാല കിട്ടുന്നു അതുപോലെ ഇത് ചേർത്ത് ഉണ്ടാക്കുമ്പോഴും കിട്ടും. ഞാനിതിലേക്കൊരു വലിയ ടൊമാറ്റോയുടെ ചേർത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 2 മീഡിയം സൈസിലെ ചെറുതാണെങ്കിൽ 2 ചേർക്കണേ. എന്നിട്ട് ഇച്ചിരി നേരം അതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു കൈപ്പിടി ഒരിത്തിരിയും കൂടെ കാബേജാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ആ കാബേജ് കൂടി ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആ സവാളയും കാബേജും കൂടെ ഒന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല അതുകൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ആ മസാലയൊന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകാനായിട്ട്. മസാലയുടെ പച്ചമണമൊക്കെ പോകണമെങ്കിൽ അതിലേക്ക് ആവശ്യത്തിലുള്ള ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മുട്ടയും കൂടെ ഞാൻ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി നേരം ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് അടച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ അതാണ്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഇത്തിരി തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള കുറച്ചിട്ട് ഇങ്ങനെ കാബേജ് ചേർത്ത് നമുക്ക് ഉള്ളിക്ക് പകരം ചേർത്ത് ഇതുണ്ടാക്കാം ഇങ്ങനെ. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് കാബേജ് ഞാൻ തോരൻ വയ്ക്കാനായിട്ട് അരിഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് കുറച്ചെടുത്ത് മുട്ടക്കറിക്ക് ഇട്ടത്. അപ്പോൾ ഞാനിവിടെ സവാളയൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് തേങ്ങയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് ശേഷം അരിഞ്ഞ കാബേജ് കൂടി എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്തായിരുന്നു. എന്നിട്ട് ചെറിയ ഇതിലിട്ടിരുന്നു. ഇപ്പം നമ്മുടെ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു മീൻകറിയും കൂടെ വെച്ചായിരുന്നു. അപ്പം ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ കാണണമെന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൺ ചാനൽ വ്ളോഗിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.